ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്നതാണ് ഇന്നത്തെ വീഡിയോ എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ പറയാം കേട്ടോ. കാര്യം നിങ്ങൾ തമിഴിൽ കണ്ടു കാണുമായിരിക്കും. അപ്പം അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. കാര്യം ഇത് കാണുന്നവരോർക്കുമായിരിക്കും ഇതിന് മുന്നേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിലേതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ തലമുടിക്ക് ഏതാണോ ചേരുന്നത് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ചിലർക്ക് ചിലത് പിടിക്കത്തില്ല. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു ചിലതൊക്കെ നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ പണ്ട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് തന്നെ ഉപയോഗിച്ച് പോകാം. അങ്ങനെ അല്ലാത്തവർക്ക് ഞാൻ ഈ വേറെ കാണിക്കുന്നത് നീലയാമ്പരിയൊക്കെ അലർജി ഉള്ളവരുണ്ട്, ഹെന്ന അലർജി ഉള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റുന്നൊരു ടിപ്സാണ്. ഹെയർ കറുപ്പിക്കാനുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് പൈസ ചിലവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു ദിവസം നോക്കിയാൽ ഒരു രൂപ പോലും ചിലവില്ലാതാണ് എനിക്കിതിപ്പം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. കാര്യം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തലേദിവസം കലക്കി വെക്കേണ്ട. നമ്മൾ രാവിലെ തന്നെ ചെയ്താൽ മതി. എല്ലാം അന്നേരം തന്നെയുള്ള. പിന്നെ തലയിൽ കുറച്ച് നേരം വെക്കുന്നത് ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ലതാണ്. അത്രയും നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന ഇതെല്ലാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് മറ്റേ നമ്മുടെ ഹെന്നയുടെ കാണിച്ചായിരുന്നല്ലോ. അന്ന് അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അത് പിന്നെ എനിക്കങ്ങനെ മുടി നരച്ച് വന്നിട്ടില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി കാണാൻ പോലും ഇല്ല കേട്ടോ. മുടി കിളിർത്ത് വരുന്നതനുസരിച്ച് ഒരു കുഞ്ഞതായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ അതേലോട്ട് ഇതങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഞാനിത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടി. നമ്മൾ ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ദിവസം കൂടുതൽ ദിവസം ഇത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ തന്നെയല്ല നമ്മുടെ മുടി ഇവിടെയൊക്കെ മുടിക്ക് കിളിർക്കാനൊക്കെ ഇച്ചിരൂടെ പെട്ടെന്ന് കിളിർക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊന്നത് മറ്റേ കേശവർദ്ധിനിയുടെ ഒക്കെ സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതിലൊരു സാധനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് തന്നെയാണ് ഞാൻ ചേർക്കുന്നതെന്നുള്ളത്. അപ്പം നിങ്ങളതുകൊണ്ട് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എടുക്കുക. ചിലർക്ക് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ചിലർക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ തേക്കുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. അത് പിന്നെ തലയിൽ എണ്ണ തേച്ചേച്ച് തേക്കാതിരിക്കുക. തലയിൽ എണ്ണ തേച്ചേച്ച് തേച്ചാൽ യാതൊരു റിസൾട്ടും കിട്ടത്തില്ല കേട്ടോ. തലമുടിയായിട്ട് പിടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് തലമുടിയൊക്കെ നല്ലപോലെ താളിയോ അല്ലെങ്കിൽ ഷാമ്പു ഒരുപാട് വാരി അങ്ങ് തേക്കല്. കുറച്ച് ഷാമ്പു തേച്ച് എണ്ണമയം തലയിൽ അങ്ങ് കളയുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇതിടുമ്പം എനിക്കറിയാം ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു. മിക്കവാറും വരും കടുകിൻ്റെ ചെയ്തപ്പോഴെന്നുള്ള കാര്യം പറഞ്ഞിട്ട്. കടുകിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കടുകിൻ്റെ ആ ഒരു ചെയ്ത് റിസൾട്ട് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേങ്കിൽ അത് അധികം നാൾ നിൽക്കുന്നില്ല റിസൾട്ട്. ആ എണ്ണ നമ്മൾ ആ തല തേച്ച് നമ്മൾ ഷാമ്പൂ ഇങ്ങനെ കഴുകുന്തോറും അതങ്ങ് കുറഞ്ഞു വരും കളറിട്ട്. പക്ഷെ അതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് ഹെന്നയുടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം ചെയ്തില്ലായിരുന്നോ, ഇത് കിഴാനെല്ലിയുടെ അതും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ലപോലെ കുറേ ദിവസം നിൽക്കുന്നത്. നമ്മൾ ഈ അല്ലാതെ ഡൈ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ട്. ഡൈ ഒക്കെ ചെയ്താൽ കുറച്ച് ദിവസം ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അത് മാറ്റം വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ ദിവസങ്ങൾ നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ എന്ന് വെച്ചാൽ കെമിക്കലില്ല, നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. എന്നാലും നമുക്ക് എന്നതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. കണ്ടതിന് ശേഷം നമുക്ക് അത് തലയിലൊക്കെ പറ്റുന്നതായിട്ട് കാണിക്കാം കേട്ടോ. അതെന്നൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. കേശവർദ്ധിനി, പിന്നെ നമ്മുടെ പനിക്കൂർക്കയില. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അന്നേരം ഹെന്നയൊക്കെ തലേദിവസമൊക്കെ കലക്കി വെക്കണം. അങ്ങനെയുള്ള 1 മണിക്കൂർ മുന്നെയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് സമയങ്ങൾ നമുക്ക് പോകും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ അല്ലാതെ പെട്ടെന്ന് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഇതിൻ്റെ ഇല മൊത്തം ഞാൻ ജ്യൂസ് ആക്കി എടുക്കട്ടെ. ഇത് നല്ലപോലെ ജ്യൂസ് ആക്കി എടുക്കണം. കേശവർദ്ധിനി ചുമ്മാ പുരട്ടിയാലും മുടി കറക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ റിസൾട്ട് കിട്ടിയവരും ഉണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ട് ചുമ്മാ കുളിക്കുന്നതിന് മുമ്പ് കയ്യിലിട്ട് ഞെരടി അതിൻ്റെ നീരെടുത്ത് മുടിയെ തേച്ച് അങ്ങനെ മുടിക്ക് കറുപ്പ് വന്നവരും ഉണ്ട്. അപ്പം ഇതിൻ്റെ നീര് ഞാൻ എടുക്കാനായിട്ട് തുടങ്ങുവാണ്. നീരെടുക്കട്ടെ. ഇതിൻ്റെ കേശവർദ്ധിനിയുടെ ഈ പനിക്കൂർക്കയില രണ്ടിൻ്റെ നീര് വേണം. അപ്പം അതിൻ്റെ ജ്യൂസ് എടുത്തേച്ച് നമുക്ക് കാണാവേ. ഇത് കണ്ടോ, ഇത് ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പേ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ പറഞ്ഞത് നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്നാന്ന് ഞാൻ പറയാവേ. നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിലും നല്ല, നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു സാധനവും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ആ ഒരു കറുപ്പ് കളറ് കിട്ടുകയുള്ളൂ. ഇത് തന്നെ പച്ചയ്ക്ക് തല തേച്ചാൽ നല്ലതാണ് കേട്ടോ. കുറുക്കൊന്നും ചെയ്യാതെ ചുമ്മാ പച്ചയ്ക്ക് ദിവസം നമ്മൾ അന്നേരം പിന്നെ ഇത് ഒരുപാട് താമസം വരും. നമ്മൾ പുരട്ടുന്ന അന്ന് തന്നെ കറുപ്പൊന്നും കിട്ടത്തില്ല. പതിയെ കറുത്ത് വരത്തുള്ളൂ. അപ്പം ഞാൻ നല്ലപോലെ
തിളച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് കാണിക്കാവേ. ഇതുണ്ട്, തിളയ്ക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. നമ്മളിത് എടുത്തപ്പം നല്ല പച്ച കളറായിരുന്നു, ഇപ്പം അത് കറുപ്പാകാൻ തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്താണ് ഇതിൻ്റെ നീരെടുത്തേക്കുന്നത്. അപ്പം ഞാൻ നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ഈ തീർന്നിരിക്കുകയാണ് നെല്ലിക്കാപ്പൊടി, അതുകൊണ്ട് നെല്ലിക്കാപ്പൊടി ചേർക്കുന്നില്ല. നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്താലും നല്ലതാണ്. ഇതുണ്ട്, ഇപ്പം തന്നെ ഇതിൻ്റെ കളർ മാറി 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 വരുന്നുണ്ടോ. ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഇനി ഇത് ഇന്നാൾ ഹെന്നയുടെ കാണിച്ചു, അതിന് മുമ്പ് എന്നായിരുന്നു അതിൻ്റെ പേര് മറന്നു പോയി. ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന കിഴാനെല്ലിയുടെ ഒക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് കിഴാനെല്ലിയുടെ ഒക്കെ കിട്ടുന്നത്. അപ്പം കിഴാനെല്ലിയൊക്കെ കിട്ടാത്തവരൊക്കെ കാണും. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടികളല്ലേ. അന്നേരം അതിന് വേറെ പുറത്ത് നമ്മൾ ഒരുപാട് ഇതിനൊന്നും പോകണ്ടല്ലോ. ഈ കേശവർദ്ധിനി ഇപ്പം മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ. എന്നോട് ആരായിരുന്നു അതിനോടൊക്കെ അയച്ചു തരാമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അയച്ചൊന്നും തരാൻ അറിയത്തില്ല. നീ ഇത് കണ്ടോ, കളർ മാറി വന്നിരിക്കുന്ന കേട്ടോ. നെല്ലിക്കപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ തീർന്നിരിക്കുക. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു ശകലവേ. ഞാൻ വെച്ചത് എവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. സാധാരണ ഫ്രിഡ്ജിൽ ഇതൊക്കെ സൂക്ഷിക്കാറുള്ളത്, ഫ്രിഡ്ജിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി അച്ചു എവിടെയെങ്കിലും എടുത്ത് വെച്ചേക്കുവാണോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ എനിക്ക് കുറച്ച് മതി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രത്തിലായിട്ട് ഇങ്ങനെ എടുത്തേക്കുന്നത്. നമുക്ക് മുടിയെ നിറച്ചും പറ്റണമെങ്കിൽ അത്രയും ഇലയും ഒക്കെ എടുത്ത് അതുപോലെ ജ്യൂസൊക്കെ എടുക്കണം കേട്ടോ. എനിക്കിതിപ്പോൾ കുറച്ച് മതി. യാതൊരു സൈഡ് എഫക്റ്റും വരത്തില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേരുന്നില്ല, ഒരു അലർജിയുടെ സംഭവങ്ങളോ അങ്ങനെയൊന്നും ചേരുന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി, ഇതിനിപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ, അതിനനുസരിച്ചുള്ള കാപ്പിപ്പൊടി. നമ്മൾ സാധാരണ കാപ്പിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ അടുക്കള രാവിലെ കട്ടൻ കാപ്പിക്കൊക്കെ എടുക്കുന്ന കാപ്പിപ്പൊടിയില്ലേ, അതാണ് എടുത്തേക്കുന്നത്. ഇതിടുമ്പോഴത്തേക്ക് തീ കുറച്ച് ഇടണം, അല്ലെ തൂങ്ങിപ്പോവും കേട്ടോ. ഇനി ഇത് ഇച്ചിരി നല്ലപോലെ ഒന്ന് കുറുകണം. ഇത് മൊത്തം കുറുകി വരാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. കുറച്ച് കുറുകി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒത്തിരി തിക്കാകാതെ ഇതങ്ങ് ഓഫ് ചെയ്യണം. ഇതിനകത്തിരുന്നൊരു ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകും ഇത്. അതുകൊണ്ട് ഇപ്പം നല്ല കറുപ്പായി. ഇച്ചിരി കുറുകി വരട്ടെ. ഇതുണ്ട്, ഇപ്പം ഇത് കുറുകി ഇത്രയുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യണം, അല്ലെ പിന്നെ ഒത്തിരി കുറുകി അങ്ങ് പോകും. ഇത്രയും ലൂസായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ, എന്നാലും നമ്മുടെ മുടിയിലോട്ട് ഇത് പിടിക്കുകയുള്ളൂ. ഇത്തിരി തിക്കായിട്ട് നമ്മൾ എടുത്താണ്ടല്ലോ മുടിയിലോട്ട് പിടിക്കത്തില്ല. നമ്മൾ മുടിയിൽ ഇങ്ങനെ പെട്ടുമ്പോൾ അങ്ങ് അമങ്ങി അങ്ങിയിരിക്കും. ഇത്രയും ലൂസാക്കി വേണം എടുക്കാനായിട്ട്. ഇത് കണ്ടോ, നല്ലപോലെ സ്പൂണിൻ്റെ ഒക്കെ കളറ് കണ്ടോ. കണ്ടോ, നല്ല കറുപ്പായി. ഇത് കണ്ടോ, കുറുകി കുറുകി വരുന്നുണ്ടോ തണുക്കുന്നതനുസരിച്ച്. ഈ തണുത്തേച്ച് ഞാൻ തലപ്പുരട്ടി കാണിക്കാവേ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അന്നേരം നമ്മൾ അത്രയും ലൂസാക്കി വെച്ചിട്ട് പോലും ഇത് കണ്ടോ ഇത്രയും തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത്രയും ലൂസാക്കി അത് എടുക്കാവുള്ളൂ. അതിനകത്തിരുന്ന് പിന്നെ ഒന്നും കൂടെ ഇതാകും. ഇത് നല്ല കറുപ്പായിട്ടുണ്ട് കണ്ടോ. ഇപ്പം തണുത്ത് ഇനി ഞാനിത് തല തേക്കാനായിട്ട് തുടങ്ങുവാണേ. അപ്പം ഞാൻ എൻ്റെ മുടിയിൽ ഇനി തേക്കാനൊക്കെ ആയിട്ടുള്ള തലടിപ്പിലൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മുടി ഇങ്ങനെ ഇട്ട് എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, എൻ്റെ മുടി നീളം വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ഉള്ളു വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കാണുക. ഞാൻ തലയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്കുമ്പോൾ ഒരു കമൻറ്റ് വന്നെന്ന് പറഞ്ഞില്ലേ, എൻ്റെ മുടി മൊത്തം പോയെന്ന്. പുള്ളിക്കാരി എന്നെ കണ്ട മാതിരിയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ മുടിയുടെ ഉള്ളും എൻ്റെ മുടിക്ക് നീളം വെക്കുന്നതും എല്ലാം ഒട്ടും ഇല്ലായിരുന്നു. രണ്ട് ഒരു ഇത്രയേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കാൻ പറ്റും. എനിക്ക് മുടി കെട്ടി വെക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് മുടിയുടെ നീളം കൂടുന്നത്. അപ്പം ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു 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 ഇത് കണ്ടോ,
കണ്ടോ? ഇവിടെ അങ്ങ് ഒട്ടും ഇല്ലായിരുന്നേ, ഒട്ടും മുടിയൊന്നും ഇല്ലായിരുന്നു. കാണുമ്പോൾ എനിക്ക് തന്നെ എന്നാ പോലെ തോന്നുമായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അവിടെയൊക്കെ മുടിയായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ? നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ തല പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുടിയൊക്കെ അങ്ങ് ആ കിളിർത്തതൊക്കെ അങ്ങ് പോകും. നമുക്ക് ആ ഒരു ചെറുപ്പകാലങ്ങളിലാണ് പെണ്ണുങ്ങൾക്ക് കൂടുതലും എൻ്റെ മുടി ഇങ്ങനെ കുറ്റി മുടിയായിട്ട് നമ്മളൊന്നും ചെയ്തില്ലേ പോലും തലമുടിയെല്ലാം ഒരു പായക്കോ അങ്ങനെ ഒന്നും ഇടാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ അത് കിളുത്ത് വരുന്നതാണ്. പക്ഷെങ്കിൽ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടിയെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഇത് കണ്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇത് കണ്ടോ, കണ്ടോ? അതൊക്കെ എനിക്ക് കിളുത്ത് വന്നതാണ്. പിന്നെ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നു അങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ആയിരുന്നു കേട്ടോ കൂടുതൽ. അതെനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ ഞാൻ മുടി ചെയ്തേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടായിരുന്നു ചെയ്യിക്കൊണ്ടിരുന്നത്. ആ വകച്ചിലിനനുസരിച്ച് അത് കയറിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ അത് ഇവിടോട്ടാക്കി വകച്ചിൽ, പിന്നെ ഞാൻ ഇവിടെ ആക്കി, വീണ്ടും ഞാൻ ഇവിടെ തന്നെ ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ പിന്നെ സ്ഥിരമായിട്ട് ഞാനൊരു ഇത് നിൽക്കത്തില്ല, മുടി കെട്ടത്തില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു മുടി കെട്ടലല്ലേ, അല്ലാതെ അതിനൊരു മാറ്റമില്ലല്ലോ. എന്നും ഒരേ ഫാഷനിലല്ലേ നമ്മൾ പോകുന്നത്. ഞാനങ്ങനെയായിരുന്നു കേട്ടോ, എന്നും ഒരേ ഇതായിരുന്നു, അല്ലാതെ ഒരു വ്യത്യാസമില്ല. പിന്നെ മുടിയൊക്കെ മുറിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരുന്നു ഇച്ചിരിയിലൊക്കെ ഒരു വ്യത്യാസമായിട്ട് മുടി ചെയ്തിട്ടുണ്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ തലയിലൊന്ന് തേക്കുന്നതും കാണിച്ചു തരാം. എൻ്റെ മുടി പോയെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ കാണിച്ചത് കേട്ടോ. കണ്ടോ, പോയിട്ടൊന്നും ഇല്ലെന്നേ, ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ പറയല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ മുടിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടാണ് എനിക്ക് തേക്കേണ്ടത്. ഇതിനകത്ത് കാണാമോ? ചെറുതായിട്ട് ഇത് കണ്ടോ, കുഞ്ഞതാന്നേ ഇത് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ കാണത്തില്ല കേട്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ ഇച്ചിരി കാണാം. എൻ്റെ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു, ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല, ബ്രഷ് എടുത്തോണ്ട് വരട്ടെ. ബ്രഷൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇതിപ്പം നമ്മൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിനകത്ത് ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പിന്നെ ആവശ്യമനുസരണം അന്നേരം ഇച്ചിരിയോടെ ലൂസാക്കി വെക്കണം കേട്ടോ, ഇത്രയും ടൈറ്റാക്കി വെക്കല്ല, അല്ലേ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക്. എന്നാൽ നമ്മളിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ അടുപ്പിച്ച് നമ്മുടെ തലയിൽ നിൽക്കും. അതിന് ഓരോരുത്തരുടെ മുടി വളരുന്ന അനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഉണങ്ങിപ്പോകും. അതിന് ഇച്ചിരി ലൂസാക്കി വേണം നമ്മൾ, ഒത്തിരി അങ്ങ് കുറുക്കിയെടുക്കാൻ നിൽക്കരുത്, അങ്ങനെ വേണം എടുക്കാനായിട്ട്. കണ്ടോ, വേർത്ത് കുളിക്കുന്നുണ്ട്, ഭയങ്കര ചൂടാണ്. മഴക്കാറാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഭയങ്കര മഴക്കാറുണ്ട്, അതുപോലെ തന്നെ ചൂടുമാണ്. മഴക്കാറ് കൂടുമ്പോഴത്തേക്കാണ് ചൂട് വരുന്നത്. ഞാനിത് മുടിയുടെ ഫ്രണ്ടിലാട്ടോ കൂടുതലും പേർട്ടുന്നത്. ശകലം ഞാൻ കൂടുതൽ ഡൈനിങ് ടേബിൾ ഇടുന്ന ഇങ്ങനെ ഫേസ് പാക്ക് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണെന്നറിയാം, നമുക്ക് എന്തെങ്കിലും വീണ തുടച്ച് കളയാൻ എളുപ്പമുണ്ടായതിനാണ്. ഇപ്പം ഞാൻ ഇത് കുറച്ച് ഉണ്ടാക്കുള്ളൂ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇച്ചിരി ഉള്ള തല തേക്കാനായിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഉണ്ടാക്കിയില്ല, കാര്യം ഒത്തിരി ഉണ്ടാക്കരുതെന്ന് വെച്ചാൽ എനിക്ക് കേശവർദ്ധിനിയുടെ ഇല കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇല കുറച്ചേ ഉള്ളൂ. ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ തലയിൽ അല്ലാതാണെങ്കിലും ഞാൻ പായ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒത്തിരി കേശവർദ്ധിനിയുടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും എൻ്റെ കൈ കൊണ്ട് തൊട്ടപ്പോൾ കിടപ്പുണ്ടോ, നല്ല കറുപ്പാണ്. അപ്പം ഞാൻ ഒരു മിനിറ്റ് മുടി ഒന്ന് കെട്ടിയും കൊണ്ട്, ഭയങ്കര ചൂട്, മുടി അടിച്ചുകൊണ്ടിട്ടപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. അപ്പം ഞാൻ ഇത് തലമുടിയെ നല്ലപോലെ പരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരട്ടി നോക്കുക. കാര്യം നീർക്കെട്ടോ യാതൊരു പ്രശ്നങ്ങളും വരുന്നതല്ല കേട്ടോ, അലർജിയോ ഒന്നും വരുന്നതല്ല. ഇത് നമ്മളൊരു ടിന്നിനകത്ത് ആക്കി വെക്കാമെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ മുടി നരയ്ക്കുന്നതനുസരിച്ച് ഇടയ്ക്കൊക്കെ കുളിക്കുന്നതിന് മുന്നേ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് എണ്ണ തലയുള്ളപ്പം തേക്കാതിരിക്കുക. അതിൻ്റെ
ആ എണ്ണമയം ഉള്ളതുകൊണ്ട് തലമുടി പിടിക്കണമെന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറയല്ലോ കേശവർദ്ധിനി, നമ്മുടെ ഇത് പനിക്കൂർക്കയും, പിന്നെ വന്നേക്കുന്നത് കാപ്പിപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഇല്ലായിരുന്നു നെല്ലിക്കപ്പൊടി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്നേരം ഞാനത് നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്താണ് എടുത്തത്. നെല്ലിക്കപ്പൊടി ചേർത്താൽ നല്ലതാണ്. ഇതെല്ലാം മുടിക്ക് ഗുണമുള്ള സാധനങ്ങളാണ്, ഒന്നും മുടിക്ക് ദോഷം വരുന്നതില്ല. അപ്പം ഇതിനി ആരും പറയരുത് ഉടായിപ്പാതൊന്നും പറയില്ല കേട്ടോ. നീ കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ തല ചെയ്തല്ലേ കാണിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരാനായിട്ട്. അങ്ങനെ ഉടായിപ്പാണെങ്കിൽ പിന്നെ എൻ്റെ ഈ തലയിലോട്ട് ഞാൻ ചെയ്യുമോ? ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചതേണ്ടി ഇത് നിങ്ങൾ തല പെരട്ടിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങ് പോയാൽ പോരെ. അങ്ങനെ പറയുന്നില്ലല്ലോ ഞാൻ ഇതെൻ്റെ തല പെരട്ടിയല്ലേ നിങ്ങളെ കാണിക്കുന്നത്. ചിലർ വന്നിച്ച് ചുമ്മാ അങ്ങ് പറയും അങ്ങനെയാണ്. ഈ ഇടയ്ക്ക് എന്നോട് ആരാണ്ട് കമൻ്റ് ഇട്ടായിരുന്നു, തലമുടിയെ വലിയ നരയില്ലല്ലോ, പിന്നെ എന്നാത്തിനാണ് ഇതൊക്കെ തേക്കുന്നതെന്ന്. എന്നാത്തിനാ തേക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുന്തോറും. അതിനനുസരിച്ച് വലിയ നരയില്ലല്ലോ, ഇതിനൊക്കെ വലിയ നര ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം മുടി ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ നരയില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴേ പറ്റുന്നത്. വലിയ തലയിൽ പരട്ടി കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ തലയിൽ പരട്ടിയില്ലേ പറയും, കണ്ടോ അവരുടെ തലയിൽ പരട്ടിയില്ല നമ്മളോടൊക്കെ പരട്ടിക്കോളാൻ പറഞ്ഞെന്ന് പറയും. ഇല്ലേ അങ്ങനെയൊക്കെ പറയുന്നില്ലേ? പറയുന്നേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പറയാത്തൊരു കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പറയാത്തവരും ഉണ്ട് കേട്ടോ. പിന്നെ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ റിസൾട്ട് കിട്ടും കിട്ടാതിരിക്കത്തില്ല. നിങ്ങളൊരു കാര്യവും പ്രാവശ്യം ചെയ്ത ശേഷം റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകല്ലോ കേട്ടോ. നീ പിന്നെയും ചെയ്യണം. എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഈ എന്നായിരുന്നു നീലയാമ്പരിയുടെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ആദ്യം ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കൊള്ളത്തില്ലെന്ന് ഓർത്തു. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെയും ഒന്നും കൂടെ ചെയ്തു നോക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെനിക്ക് ശരിയായി. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഡൈ ഒക്കെ ഒരുപാടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ആദ്യം ഡൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഡൈ എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ നരച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് 2-3 നരയുള്ളായിരുന്നു. അന്നേരം വലിച്ചു വാരി തേച്ച് പിടിപ്പിച്ചു അത് പോകാൻ വേണ്ടി. പിള്ളേരൊക്കെ തീരെ കൊച്ചുങ്ങളായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇപ്പോഴേ ഈ തലയൊക്കെ നരയ്ക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്, അച്ഛനും കണ്ണനൊക്കെ ഇതിൽ 1-ലോ 2-ലോ അങ്ങോട്ടൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. അന്നേരം ഓർത്തു ഇപ്പോഴേ ഈ പ്രായത്തിലേ തലയെല്ലാം നരച്ചില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് അന്ന് ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തതാണ്. എനിക്കത് ഞങ്ങളുടെ ഈ ടെൻഷൻ ആയിട്ട്, നമുക്ക് ഈ ടെൻഷൻ കൂടിയാൽ മുടി നരയ്ക്കുന്നത് സത്യം കേട്ടോ. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കഥകളൊക്കെ കുറേയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾക്ക് കേട്ട് കാണുമായിരിക്കും എനിക്ക് തോന്നുന്നു. അത് കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. ആ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന സമയത്ത് എൻ്റെ ആണെങ്കിലും തല പെട്ടെന്നായിരുന്നു നരച്ചത്, ഭയങ്കര സ്പീഡിൽ നരയ്ക്കുന്നത്. ആ 2-3 നര മായ്ക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഈ ഹെയർ ഡൈ ഉപയോഗിച്ചത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പം പിന്നെ 3 നരയായി, 4 നരയായി, 5 നരയായി, പിന്നെ അവിടെ ഇഷ്ടംപോലെ നരയായി. അങ്ങനെ പറ്റിയതാണ്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇതായിട്ട് വരുന്നില്ല കേട്ടോ. കുറേയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഇനി ഇതൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. മുടിയുടെ നമ്മൾ എപ്പോഴും പുരട്ടുമ്പോൾ ഞാൻ പറയില്ല, ഇങ്ങനെ നമ്മൾ വാകച്ചിലെടുത്തതിന് ശേഷം പുരട്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് പുരട്ടി കൊടുക്കുമ്പോഴത്തേക്ക് പറ്റുന്ന പ്രശ്നം എന്നാണെന്നറിയോ, നമ്മുടെ മുടിയുടെ പുറത്ത് മാത്രമേ പറ്റത്തുള്ളൂ, ഉള്ളിലോട്ട് പറ്റത്തില്ല. അതാണ് കഴിയുമ്പോഴത്തേക്ക് മുടി നരച്ചത് മാറിയിട്ടില്ല, കുറച്ച് മാറിയില്ല എന്നൊക്കെ പറയുന്നത്. ചിലർ ഈ കുറച്ച് മാറിയെന്ന് പറയത്തില്ല കേട്ടോ. അവർ പറയും ഒട്ടും കറുത്തില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് മുടിയുടെ ഇടയ്ക്കോട്ട് നല്ല പോലെ മുടി അകത്തിയതിന് ശേഷം പുരട്ടി കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ കയറുക. അപ്പം നല്ല പോലെ റിസൾട്ട് കിട്ടും. ഒരു കാര്യം ഒരു പ്രാവശ്യം മാത്രം ചെയ്ത് നോക്കരുത് കേട്ടോ, വീണ്ടും ചെയ്ത്. ഇതിപ്പോൾ എളുപ്പമുള്ള കാര്യം അതുകൊണ്ടാണ് വീണ്ടും ഇട്ടത് കേട്ടോ. മറ്റേ നമ്മൾ ഹെന്നയൊക്കെ നമ്മൾ കലക്കി വെച്ച് എത്രയാണെങ്കിലും ഇത്ര മണിക്കൂറെന്നുണ്ട്. നമുക്ക് രാവിലെ കലക്കി വെച്ചാലും കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും അത് കലക്കി വെക്കണമെന്നുണ്ട്. ഇത് നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ കുറുക്കി എടുക്കുന്നു, തണുക്കുന്നു, നമുക്ക് അന്നേരം നമ്മുടെ തലയിൽ തേക്കാം. തണുത്തിട്ട് തേക്കാവുള്ളൂ കേട്ടോ. ചൂടോടുകൂടിയൊന്നും മാറി തലയിലൊന്നും തേച്ചേക്കരുത്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം തലയിൽ തേക്കുക, അത്രയേ ഉള്ളൂ. ഇതെനിക്ക് വലിയ താമസമുള്ള പോലെ തോന്നിയില്ല. പിന്നെ നമ്മുടെ തല തേച്ചിട്ട് 1 മണിക്കൂർ സമയമുണ്ട്. ആ 1 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് നടക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് തല കഴുകിയാൽ മതി. നമുക്ക് പിന്നെ കാണാവേ. അപ്പം 1 മണിക്കൂറൊന്നും ആയില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ എൻ്റെ മുടി ഉണങ്ങി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് പോയി കഴുകും കേട്ടോ. നമ്മളത് ഉണങ്ങുന്നതാണ് നമ്മുടെ ഒരു കണക്ക്. ചിലർക്ക് 1 മണിക്കൂർ വരെ ഇരിക്കണം, ചിലപ്പം അത്രയും നേരം ഇരിക്കേണ്ട. ഇത് കണ്ടോ, കുഞ്ഞി മുടി വരെ കറുത്ത് കേട്ടോ. കണ്ടോ, ഇതുണ്ട്, ഇവിടുത്തെ കുഞ്ഞു മുടി വരെ നല്ലപോലെ കറുത്തു. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് കെമിക്കലോ യാതൊന്നും ഇല്ല കേട്ടോ. കാര്യം ഹെന്നയൊക്കെ അലർജി ഉള്ളവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.